നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. ഇത് ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു. കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. വെള്ളിയാഴ്ച 728 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 404 പേർ രോഗമുക്തി നേടി. രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,91,325 ആയിരിക്കുന്നു. ഇവരിൽ 3,78,873 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ 8 പേർ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചിരിക്കുന്നു. ഇതോടെ ആകെ മരണസംഖ്യ 6,684. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 5,768 ആയിരിക്കുന്നു. ഇവരിൽ 735 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97%, മരണനിരക്ക് 1.7% തുടരുന്നു. റിയാദ് പ്രവിശ്യയിലാണ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നത്. വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇങ്ങനെയാണ്. റിയാദ് 338, കിഴക്കൻ പ്രവിശ്യ 114, മക്ക 108, മദീന 44, വടക്കൻ അതിർത്തി മേഖല 30, ഹായിൽ 22, അസീർ 19, അൽഖസീം 18, തബൂക്ക് 11, ജിസാൻ 10, നെജ്റാൻ 5, അൽ ജൗഫ് 5, അൽബാഹ 4. മാത്രമല്ല, കുവൈറ്റിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1,418 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 6 പേർ കൂടി മരിച്ചിരിക്കുന്നു. രാജ്യത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലും കോവിഡ് മരണനിരക്ക് ഉയരുന്നതിലും അധികൃതർ വലിയ ആശങ്കയിലാണ്. കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ കർശനമാക്കുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത്. രാജ്യത്ത് നടപ്പിലാക്കിയ ഭാഗിക കർഫ്യൂ ഏപ്രിൽ 22 വരെ തുടരുന്നതിനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു.